എന്നെ കൂടുതലും ആൾക്കാർ ഒരു കാലത്ത് അറിഞ്ഞിരുന്നത് നിർമ്മാതാവായിട്ടാണ്. കാരണം ഞാൻ കിരീടം, പ്രണയവർണ്ണങ്ങൾ, കളിവീട്, മയിൽപ്പീലിക്കാവ് എന്നൊക്കെ പറഞ്ഞൊരു 9 സിനിമകൾ നിർമ്മിക്കുകയും 16 സിനിമകൾ വിതരണം ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ ആയിരുന്ന കാലത്ത് എന്നെ ആർക്കും അറിയില്ല. കാരണം പേര് കണ്ടാൽ ദിനേശ് പണിക്കർ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ എന്നറിയാം. പക്ഷെ ഞാനൊരു കലാകാരനായി തെളിയിച്ചത് ഒരു സീരിയൽ നടനായിട്ടാണ്. ആ സീരിയലിൽ എന്ന് വന്നു തുടങ്ങി അന്ന് മുതലേ ഇയാൾ കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ വന്നു. ആദ്യം നല്ല അച്ഛനായിട്ട് വന്നു, പിന്നെ നല്ല അപ്പൂപ്പനായിട്ട് വന്നു. അങ്ങനെ ഇങ്ങനെ പല പല വേഷങ്ങളും ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ കയറിയൊരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തൊരു സിനിമയിലെ വേഷം ജനകൻ എന്നൊരു പടത്തിലെ വില്ലൻ വേഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നെ വെറുത്തും പോയി. കാരണം വില്ലൻ വേഷം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കലാകാരനായതിനു ശേഷമാണ് എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരു അപ്രോച്ച് കൂടുതൽ കിട്ടിത്തുടങ്ങിയത്. നിർമ്മാതാവായിരുന്നത് കാര്യം പലർക്കും ഇപ്പോഴും അറിയില്ല. ഞാൻ സ്വയമായിട്ട് പറയണം ഞാൻ നിർമ്മാതാവായിരുന്നുള്ളൂ. പക്ഷെ നടനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിലും സീരിയലും ഒക്കെ കണ്ട് നമ്മളെയൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് വലിയൊരു സ്വീകാര്യത നമുക്ക് ജനത്തിനിടയിൽ കിട്ടാറുണ്ട്. ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാനൊരു ദിവസം ഒരു സിനിമ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ അന്ന് കാറ് എൻ്റെ വൈഫ് പുറത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഊബർ പിടിച്ചിട്ട് പോകാൻ നോക്കിയപ്പോഴേക്കും ടാക്സി കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ ഓട്ടോയിൽ പോയി കളയാമെന്ന് പറഞ്ഞു. ഊബർ ഓട്ടോയിലാണ് ഞാൻ പോയത്. ഒരു തിയേറ്ററിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. കാരണം നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പേഴ്സ് തപ്പിയപ്പോൾ പേഴ്സില്ല. കാരണം സാധാരണ ഇതിൽ പേഴ്സ് ഞാൻ വയ്ക്കാറില്ല ഇപ്പോൾ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്പോൺസേഡായിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. കാർ വരുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ ചില ഫംഗ്ഷന് പോയാൽ കാശ് ഇങ്ങോട്ട് കിട്ടുകയാണ് പതിവ്. അതുകൊണ്ട് പേഴ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ അവിടെ ഓട്ടോക്കാരന് കാശ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനീ കിടന്ന് തപ്പുന്നുണ്ടപ്പോൾ അയാൾക്ക് എന്നോട് സിമ്പതി തോന്നി. സാറിനെയൊക്കെ ഞാൻ സ്ക്രീനിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, സാർ പൈസ തരണ്ട എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെയാണ് ഒരു കലാകാരൻ്റെ വില മനസ്സിലാക്കിയത്. കലാകാരനായതുകൊണ്ട് മാത്രമാണ് എനിക്കന്ന് ആ ഒരു ഇളവ് കിട്ടിയത്. അതേസമയം ഞാനൊരു വെറും പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ അപ്പോൾ കുത്തിന് പിടിച്ചിട്ടാൽ വലിയ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, കാശൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു വേണമെങ്കിൽ കുത്തിന് പിടിച്ച് എങ്ങനെയെങ്കിലും മേടിച്ചെന്നെ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.